യോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അഗെയിൻ വീണ്ടും മാസങ്ങൾക്ക് ശേഷം തിരിച്ച് വന്നേക്കാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പുതിയൊരു സർവൈവൽ സീരീസിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളെ മുന്നത്തെ സീരീസ് നമ്മൾ നിർത്തിയിരിക്കുന്നു. പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റാൻഡമായിട്ട് ക്രിയേറ്റ് ചെയ്ത വേൾഡാണ്. നമുക്ക് നേരെ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കെല്ലാം മൈൻഡ് ചെയ്ത് വേഗം തന്നെ പരിപാടിയിലോട്ട് സോംബി എടാ വന്നപ്പോൾ തന്നെ നിങ്ങളെല്ലാം കൂടെ പൊടാ എടാ തീ പിടിച്ചടാ. ചാവ് നീ ഇവിടെ എത്തൂല അയ്യോ അടി ഇവനിങ്ങനെ അന്ത്യൊന്നും ഇല്ല ഇവനൊന്നും. പൊടാ എൻ്റെ മോനെ, എൻ്റെ റോട്ടൺ ഫ്ലഷ് എല്ലാവർക്കും വേണം. കുറച്ച് എക്സ്പീരിയൻസ് എന്നേക്ക്. സോ നമുക്ക് നേരെ മരം വെട്ടാം വേഗം തന്നെ. അങ്ങനെ നമ്മൾ മരമൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, ഷീപ്പിനെ വേണം. ഷീപ്പിനെ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് നേരെ ഇവനങ്ങ് തട്ടാം. എയിമൊന്നുമില്ല, കുറേ ആയി കളിച്ചിട്ട്, അതാണ് പ്രശ്നം. ചാവടാ പന്നീട മോനെ. സോ അങ്ങനെ ഒരു ഫുഡ് കിട്ടി. എൻ്റെ അവസ്ഥ ഇപ്പോഴേ ഇതാണ്. ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നറിയില്ല. മര്യാദയ്ക്കൊരു പിഗിനെ പോലും കൊല്ലാനാവുന്നില്ല. സോ പിന്നെ നമ്മൾ സ്പോണിങ് ഏരിയ ഇവിടെയാണ്. നല്ല പ്ലെയിനാണ് ഇവിടെ. സോ നമ്മുടെ വീടൊക്കെ ഏകദേശം നല്ലൊരു സ്ഥലം തന്നെ കണ്ടുപിടിക്കണം. പെട്ടെന്ന് തന്നെ വില്ലേജ് കണ്ടുപിടിക്കണം, അതാണ് മെയിൻ. എന്നാലും നമുക്ക് ഇതുപോലെ തിന്നാനെല്ലാം കിട്ടും. സോ വില്ലേജേഴ്സിനൊക്കെ വേണം. നമുക്ക് കുറേ പരിപാടി ഉണ്ട് ഇനി ചെയ്യാൻ. ഞാൻ അപ്പോഴത്തേക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കട്ടെ. കോഴിയുണ്ട്, നമുക്ക് നേരെ കുറച്ച് ഷീപ്പിനെ കണ്ടുപിടിക്കാം. വേണ്ട ഷീപ്പ് നോക്കുന്നു മോനെ. ഓക്കെ, ഒരു വൂള് കിട്ടി. പക്ഷെ ഇതും കൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല. അതാണ്ട് ഒരെണ്ണം അവിടെ വെക്കുന്നുണ്ട്. 3 ഊളങ്ങി വേണം. ഇവൻ മിക്കവാറും 2 ഡ്രോപ്പ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ ഇതിൻ്റെ മറ്റേ നമ്മളെ ബട്ടൻ്റെ വലിപ്പം കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്തില്ല, പക്ഷെ ഒന്നും കൊള്ളുന്നില്ല. അതാണ് പ്രശ്നം. ഇവൻ 2 തന്നുള്ളൂ. ടോട്ടൽ ഇപ്പോൾ 2 അതാണ്. മുകളിലൊരുത്തനും കൂടെ നിൽക്കുന്നുണ്ട്. അവനെയും കൂടെ പോയിട്ട് അങ്ങ് നീ ഊള് താടാ. യെസ്, 3 കിട്ടി. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഇടിക്കുന്ന ബട്ടൻ്റെ വലുപ്പം കുറച്ച് കൂട്ടട്ടെ. ഓക്കെ, കുറച്ച് ഞാൻ വലുതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ ഈ മരം ഇവിടെ വെച്ച് ടോട്ടൽ അതൊന്ന് പ്ലാങ്ക് ആക്കി വെച്ച് ഇതിങ്ങനെ ആക്കുക ചുറ്റുക. സോ അങ്ങനെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. നേരെ ഇനി പോയിട്ട് ബെഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ സോംബി മച്ചാന്മാരുടെ കയ്യിൽ നിന്ന് ചാവും. എന്താണ് വേണ്ടത്? സോ എന്തോ പറ്റി, നമ്മളെന്തായാലും ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ നൈറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിപ്പ് അടിക്കാൻ പറ്റും. സോ എന്താണ്ട് കുറച്ച് ആപ്പിളൊക്കെ ഇരിക്കുന്നത് എനിക്ക് വേണം. സോ വാടാ ആപ്പിൾ കിട്ടി. ആപ്പിൾ കഴിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നേരെ കുറച്ച് നമ്മളെ ബേസിൻ്റെ ഒരു പരിപാടി വെക്കണം. ഞാൻ എൻ്റെ സ്പോൺ ഇത് ഏകദേശം ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എടാ അത് വില്ലേജ് അല്ലേ ഗൈസ്? ഡബിൾ ലോട്ടറി അടിച്ചിട്ടുണ്ട്. നമ്മളെ സ്പോണിൻ്റെ അവിടെ തന്നെയാണ് നമ്മളെ വില്ലേജ് ഉള്ളത്. റാൻഡം സീഡാണിത്. ഞാൻ നേരെ വില്ലേജിലോട്ട് പോയിന്. നമ്മൾ വില്ലേജിൻ്റെ പോകുന്ന വഴിക്ക് ഇതിവിടെ ഒരു കേവ് അല്ല, റിവീനാണ്. സോ നമുക്കതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വില്ലേജ് തന്നെയാണല്ലോ ഇവിടെ. ഇത് അടിപൊളി സീഡാടാ, റാൻഡം സീഡ്. ഞാൻ സീഡ് സ്ക്രീനിൽ കൊടുക്കാം. വില്ലേജേഴ്സ് ഉണ്ട്, അയൺ ഗോളംസ് ഉണ്ട്. നമുക്ക് വില്ലേജേഴ്സിനൊക്കെ തൂക്കണം ഇവിടുന്ന് പെട്ടെന്ന് തന്നെ. ഞാനെല്ലാ ഇതൊന്ന് തുറന്ന് നോക്കട്ടെ ഗൈസ്. അതായത് ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ നോക്കാം. ഓക്കെ, ഇതിനകത്ത് ചെസ്റ്റുകൾ കുറവാണ്. സോ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ്, പൊട്ടറ്റോ, ഒരു ഗോൾഡ് നഗറ്റ്, പിന്നെ ഒരു ബുക്കും കിട്ടി. നമുക്ക് അങ്ങ് തൂക്കിയേക്കാം. പിന്നെ ഇപ്പോൾ എവിടെയാണ് തപ്പാനുള്ളത്? ഞാൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പിന്നെ ഈ ഒരു സാമാനം, അതിൻ്റെ പേരെന്തായിരുന്നു? പേരെന്താടാ പേര്? ഓക്കെ. സോ നമുക്കിതൊക്കെ അങ്ങ് എടുത്തേക്കാം. കാരണം നമുക്ക് കുറേ ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഫാമൊന്നും ഉണ്ടാക്കണ്ട. ഫെൻസിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഞാനെന്തായാലും വില്ലേജിൻ്റെ അടുത്ത് വീടുണ്ടാക്കില്ല, കുറച്ച് മാറിയായിരിക്കും നമ്മളെ വീടൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇവിടുന്ന് വില്ലേജേഴ്സിനെയൊക്കെ തൂക്കണം. കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ഇപ്പോൾ വീഡിയോ ഏകദേശം 4 മിനിറ്റോളമായി. നമുക്ക് നേരെ നമ്മളെ ചെറിയൊരു ബേസിൻ്റെ ഒരു പരിപാടി തുടങ്ങാം. നമുക്ക് ജസ്റ്റ് ഒന്ന് താമസിക്കാൻ മാത്രം. അപ്പോൾ നമ്മൾ ഈ ഒരു വീടാണ് വാടകയ്ക്ക് എടുക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ഓണറാണ് ഒരു വേലയും കൂലി ഇല്ലാത്ത ഗ്രീൻ കോട്ടാണ്.
ഞാൻ നിൻ്റെ അയ്യോ അയൺകോളൊന്നും കണ്ടില്ല. ഓക്കെ, ഞാൻ നിൻ്റെ വീടൊന്ന് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. പൈസയൊക്കെ ഞാൻ അങ്ങോട്ട് എത്തിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ വീട് ജസ്റ്റ് അങ്ങ് എടുത്തേക്കാണ്. നമ്മളെ ബെഡ് ഇത് അവിടെ ഇങ്ങനെ വെച്ച് റീസ്പോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക അടുത്ത എപ്പിസോഡിൽ കിടിലം പോലെ ആക്കിയിട്ട് നമ്മൾ ചെയ്യും. നമ്മുടെ എന്താ പറയുക മൈനിങ് കാര്യങ്ങൾ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഇത്ര ചെറിയ വീഡിയോ തന്നെയായിരിക്കും നമുക്ക് മതി. ഇതിനകത്ത് എൻ്റെ കൂടെ ഒരു എന്താ പറയുക റൂംമേറ്റും കൂടി ഉണ്ട്. ബെഡ് തൊട്ട് ബെഡൻ്റെ. സോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് കിടിലാക്കാം. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒട്ടും സമയമില്ല. നമുക്ക് നേരെ പോകണം. എന്നിട്ട് മൈനിങ്ങിൻ്റെ ഒക്കെ പരിപാടി തുടങ്ങണം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ വീട് ജസ്റ്റ് ഒന്ന് റെൻറ്റിന് എടുത്തിരുന്നു. ഇതിനകത്ത് ഞാൻ ഒരു നൈറ്റൊക്കെ ഉറങ്ങി. ഇതിവിടെ ഒരു ബ്രൂയിങ് സ്റ്റേഷനാണ് ആക്ച്വലി. അതൊക്കെ മതി. നമ്മൾ കുറച്ച് സ്റ്റിക്ക് ഓൾറെഡി ഉണ്ട്. നമുക്ക് മരത്തിൻ്റെ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ജസ്റ്റ് ഞാനൊന്ന് സ്റ്റോണിലോട്ടൊന്ന് അപ്ഗ്രേഡ് ആവട്ടെ. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കൊത്തിയങ്ങ് എടുത്തേക്കാം. സോ റെൻ്റാണ്, ആരും കാണുമൊന്നുമില്ല. സോ നമുക്ക് വേഗം ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ പിക്കാക്സ് ആക്കി. പിന്നെ നമുക്കൊരു ആക്സ് വേണം. സോഡും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് നേരെ ഇനി പോയിട്ട് നമ്മളിവിടെ ഒരു കേവ് കണ്ടിരുന്നു കേട്ടോ. ഞാൻ ബേസ് വെക്കേണ്ട സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. ഞാൻ നിങ്ങളെ അറിയിക്കാം, കാണിച്ചു തരാം. അതുക്ക് മുന്നായിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് ക്യാരറ്റ് അങ്ങ് എടുത്തേക്കാം. കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം. സോ പിന്നെ ഞാനവിടെ വലിയൊരു കേവ് കണ്ടിരുന്നു. അതിനകത്ത് കുറേ കോളുണ്ട്. നമുക്ക് കോള് കിട്ടിയ ചെറിയൊരു ഉപകാരമുണ്ട്. നമുക്ക് ലൈറ്റ് ഉണ്ടാക്കാം. സോ ഞാനിവിടെ എവിടെയോ ഒരു വലിയൊരു കേവ് കണ്ടിരുന്നല്ലോടാ. വലിയൊരു കേവ് എവിടെ 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 കാണുന്നില്ലല്ലോ. അതോ ഇരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു കേവാണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് കോൾ അതാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതെടുക്കാൻ മാത്രം ഞാൻ ഇതിനകത്ത് ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു ആലോചന. എന്തുകൊണ്ട് അടിയിൽ സോംബിയൊക്കെ നിൽക്കുന്നുണ്ട്. അയ്യോ, പയ്യെ ഇറങ്ങിയാൽ ഇതിലേ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് കയറിയൊക്കെ പോവാം. പക്ഷെ അടിയിൽ ഗൈസ് ഫുള്ള് സോംബി അലമ്പാക്കുമെന്നാണ് പേടി. താഴോട്ട് തുള്ളിയാൽ നമുക്ക് കിട്ടുമോ? എനിക്കിതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാം അല്ലേ? ഒറ്റ മിനിറ്റ്, ഞാൻ ഇതിനകത്ത് പയ്യെ ഇറങ്ങി. അതുകൊണ്ട് സ്കെലട്ടൻ. എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഞാനാണെങ്കിൽ റിസോഴ്സസ് ഒന്നും എടുത്തു വെക്കാണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. സോ കുറച്ചൊരു കോൾ കിട്ടിയാൽ നമുക്ക് ലൈറ്റിങ് അതാണ്ട് കുറച്ച് കോളുണ്ട് അവിടെ ഉണ്ട്. നമുക്ക് നേരെ അത് പോയി എടുക്കാം ആദ്യം. കോൾ ഈസ് മൈ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കോള് വേണം. നമുക്ക് ലൈറ്റ് എടുത്തിട്ട് നമുക്ക് അല്ലാതെ മൈനിങ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ല. വലിയ വലിയ കേവലിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കോൾ വേണം. സോ ഇവിടെ അത്യാവശ്യം കോൾ കിട്ടും. പിന്നെ നമ്മൾ ഈ കേവിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടം പോലെ അയൺ ഉണ്ട് കുറേ സ്ഥലത്തായിട്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് പോകണം. അതിന് നമുക്ക് ഈ ലൈറ്റിങ് ചെയ്യണം. ഈ കേവിൻ്റെ കുറച്ച് ഉള്ളോട്ടുണ്ട് സംഭവങ്ങൾ. ലൈറ്റ് വേണം, കോള്, ഫുഡ് കുക്ക് ചെയ്യാൻ കോള് വേണം, എല്ലാ തേങ്ങയും വേണം. സോ പിന്നെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ സ്കൈ ബ്ലോക്കിൻ്റെ ഒരു സീരീസ് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് സാഹസികമായി കയറി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ വീട് ഇപ്പോൾ എവിടെയായിരുന്നു? സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിൻ്റെ ഹൈവേയിലൊക്കെ നമുക്കൊന്ന് ഫുള്ള് ബ്രെഡാക്കണം. എന്നിട്ട് കൊണ്ടുവെക്കാം. നമ്മളെ അയൺകോളൊക്കെ ഇവിടെ സെറ്റാണ്. എനിക്കാണ് വിശക്കുന്നുണ്ട്. ബ്രെഡ് കഴിക്കാം. നേരെ നമ്മളെ വീട്ടിൽ പോയി കിടന്നങ്ങ് ഉറങ്ങാം. ഒരു ചെസ്റ്റ് അത്യാവശ്യമാണ്. ഒരെണ്ണം മതി. ഇപ്പം തൽക്കാലത്തേക്ക് ഒരെണ്ണം മതി. ഇതിവിടെ വെച്ച് നമ്മുടെ കയ്യിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കുക. ആക്സൊക്കെ വരട്ടെ. ഈ ഗോൾഡ്, പൊട്ടറ്റോ, സാപ്ലിങ് ഇത് നമുക്ക് ബ്രെഡാക്കാം. പിന്നെ കോളിനകത്തിരിക്കട്ടെ. നമുക്കൊരു ഫർണസ് ഉണ്ടാക്കണം. ഒരു ഫർണസ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഫുഡ് കുക്ക് ചെയ്യണം. എന്നാലേ നമ്മളെ ഹങ്കർ വേഗം കുറയാണ്ടിരിക്കും. ഇതോടെ കട്ടെ ഫുഡായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് കോളവിടെ നമുക്കിപ്പോൾ തൽക്കാലത്തേക്കൊരു 2 കോള് മതി. അതൊക്കെ മതി. ഇതൊക്കെ ഫുള്ളായിട്ട് കുക്കായി കിട്ടിക്കോളും. അതും വെച്ച് ഫുഡ് കുക്കാവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ നേരെ കുറച്ച് ബ്രെഡ് ഉണ്ടാക്കട്ടെ. നമ്മളൊരു 63 വീറ്റ് ഉണ്ടാക്കി. ഇതൊരെണ്ണം ഇവിടെ വെക്കട്ടെ, നിന്നോട്ടെ, ബാക്കപ്പായി. സോ ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാം. ബ്രെഡ് അവിടെ 21 ബ്രെഡ് ഉണ്ടാക്കാം. ബ്രെഡ് ഉണ്ടാക്കാൻ നഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. സോ നമുക്ക് ഒരു 20 ബ്രെഡൊക്കെ ഉണ്ടാക്കിയേക്കാം. ബാക്കിയുള്ള ഈ വീറ്റ് ഇതിനകത്ത് നിന്നോട്ടെ. സോ നമ്മൾ കരുതുന്നതാണ്. ആവശ്യം വരുമായിരിക്കാം. ഇതായോ? ഓക്കെ, അതുമായി. ഇനി നമുക്ക് നേരെ ടോർച്ച് ഉണ്ടാക്കണം. കുറച്ച് നമുക്ക് മൈനിങ്ങിന് പോകണം. എടാ, ഞാനിവിടെ നിന്ന് ഇതൊക്കെ സെറ്റാക്കുമ്പോൾ കിടക്കാൻ നോക്കിയപ്പോൾ ഇതാ നമ്മളെ ബെഡിൽ ഒരുത്തം വന്ന്. എടാ പന്നി, ഇത് ഞാൻ ട്രേഡിങ് അവൻ്റെ കൂടാ. ഇത് എൻ്റെ ബെഡ്, കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ ബെഡിൽ അവൻ കയറി കിടന്നു. സോ നമ്മൾ ഈ ഒരു നൈറ്റ് അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നേരെ മൈനിങ്ങിന് പോകണം. എടാ, മഴ ഇതുവരെയായിട്ട് നിന്നില്ലല്ലോ. ഓക്കെ, മഴ നിന്നു.
നമുക്ക് നേരെ താഴോട്ട് ഇങ്ങനെ ഡയറക്റ്റ് കുഴിച്ചു പോവുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ല. ഞാൻ കേവിൽ ഇറങ്ങുന്നില്ല, കുറച്ച് റിസ്ക് ആണ്. ടോർച്ചെല്ലാം ഉണ്ട്, സോഡുണ്ട്, പിക്കാക്സ് ഒരെണ്ണേ ഉള്ളൂ. എന്നാലോ അത് മതി നമുക്കപ്പോൾ ഇപ്പം അത്ര മതി. സോ അപ്പോൾ നമുക്ക് നേരെ മൈനിങ്ങിന് പോവാം. അതുകൊണ്ട് ഞാനിവിടെ ഈ സ്റ്റോൺ എടുത്തത് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ അതാരോ കൊണ്ടുപോയതാടാ, നിൻ്റെ വീടൊന്നുമല്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, വെള്ളത്തിൻ്റെ അവിടെയൊക്കെ വെള്ളമാണ്, നമുക്ക് വെള്ളത്തിൻ്റെ ഒരു സൈഡ് മാറി ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ ടൂ ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ കുഴിച്ച് പോവാം. സോ ഫസ്റ്റൊന്നും കുഴപ്പമൊന്നുണ്ടാവില്ല. ഞാൻ എന്തിനാണ് ടൂ ബ്ലോക്ക് കുഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ലാവ ഉണ്ടാവും, ലാവ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഓറ് കാണുന്നവരെ ഞാൻ ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുഴിച്ച് പോവാം. പിന്നെ ലാസ്റ്റ് ബെഡ് റോക്കിൻ്റെ ഒക്കെ ഇതെന്താണ് ഇങ്ങനെ ഡർട്ടൊക്കെ അതെ ഷാവല്. ഓക്കെ, ഞാനങ്ങനെ ബെഡ് റോക്കിൻ്റെ അവിടം വരെ ഇന്നും എന്തായാലും പോകില്ല. നമുക്ക് കുറച്ച് അയൺ കിട്ടിയാൽ മതി. സോ അപ്പോൾ നമുക്ക് ഏകദേശം അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അയൺ കുഴിക്കുന്നതിന് മുമ്പ് ഇനി ഉണ്ടാവും, ഇത് കുറേ അങ്ങ് ഉണ്ടാവണേ. ഒന്ന് ഇത്രേ ഉള്ളൂ, അത്ര തന്നെ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കുഴിക്കൽ. അതുകൊണ്ട് അടുത്ത അയൺ ഇത് ഒത്തിരി ഉണ്ട്, ഇത് അത്യാവശ്യം ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ഫാം ഉണ്ടാക്കണം. കുറച്ച് ഗ്രാവലെല്ലാം കണ്ടുപിടിച്ച് നമ്മളെ ഫ്ലെക്ഷൻ ടേബിളൊക്കെ ഉണ്ടാക്കാനുണ്ട്. വില്ലേജേഴ്സ് പിന്നെ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അയൺ ഫാം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഏറ്റവും മെയിനായിട്ട് ബ്രീഡറാണ് വേണ്ടത്. കാരണം നമ്മളെ വില്ലേജിൽ ബ്രീഡിങ് വേണം. നമ്മളെല്ലാം ഉള്ള വില്ലേജറിനെ പിടിച്ചാൽ പിന്നെ നമുക്കൊന്നും പറ്റില്ല. ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ വില്ലേജറിനെ വേണം. ഓനോ ഇതാ ഇവിടെ വലിയൊരു കേവ്. ഞാനിത് മുമ്പേ പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ കേവ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഇതിനകത്ത് ഇറങ്ങിയാൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം നല്ല അയണൊക്കെ ഉണ്ടാവും. ബട്ട് എങ്ങനെ ഇറങ്ങും? ഞാൻ പറയണത് നമുക്കിപ്പോൾ തിരിച്ച് കയറിയിട്ട് ബക്കറ്റും വെള്ളവും എന്താണ് എൻ്റെ നമുക്ക് ഇങ്ങനെ ബക്കറ്റും വെള്ളവും കൊണ്ടുവന്ന് നമുക്ക് ഇറങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോട്ടെ ഇവിടെ നിന്ന് കുഴിച്ച് നോക്കട്ടെ. നല്ല കേവാണ്, ഫുള്ള് സോംബീസ് ഉണ്ട്. നമുക്ക് മൊത്തമായിട്ടൊന്ന് ടോട്ടൽ ഇതൊന്ന് ലൈറ്റിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. എന്താണ് ലാവ എന്തൊക്കെയൊക്കെ കുറേ അയൺ ഗോൾഡൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഡീപ്പ് സ്ലീറ്റ്. സോ എനിക്ക് തോന്നി ഇതിങ്ങനെ തന്നെ സംഭവിക്കുന്നത്. നേരിട്ട് ആ വെള്ളത്തിലോട്ട് ഞാൻ എടുത്തത് തുള്ളുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മുകളിൽ പോയിട്ട് നമ്മളെ കിട്ടിയ അയൺ വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് ബക്കറ്റ് ഉണ്ടാക്കാം. ഞാൻ മുകളിലോട്ട് കയറട്ടെ. കയറുന്ന വഴി കുറേ കോള് കിട്ടി, നല്ല ഉപകാരപ്പെടും കോള്. എടുക്കുമ്പോൾ ഇവിടെ ഒരു ടോർച്ച് എല്ലാം കൊത്തിയെടുക്കാം. ഈ കോള് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു സ്ഥലത്ത് കുറേ ഉണ്ടെങ്കിൽ അതിങ്ങനെ നീണ്ടു പോവും. അതിൻ്റെ എന്തൊക്കെയോ റൂട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ മുകളിലെത്തട്ടെ. വീണ്ടും കോൾ. ഫൈനലി നീലാകാശം കണ്ടു. ഞാൻ നേരെ സ്റ്റെപ്പ് ഉണ്ടാക്കി, കാരണം മറ്റേത് വെച്ച് പോകുമ്പോൾ വീണ്ടും കുഴിക്കണം. ഞാൻ എവിടെ നിന്നായിരുന്നു തുടങ്ങിയത്? സോ നമുക്ക് എന്തായാലും ഇനി ഈ ഒരു സ്റ്റെപ്പ് തന്നെ യൂസ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങാം, മുകളിലോട്ടോട്ട് കയറാം. സോ അപ്പോൾ നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്തിനായിരുന്നു വന്നത്? ബക്കറ്റ് ഉണ്ടാക്കാൻ. ഓക്കെ, നമുക്ക് നേരെ ബക്കറ്റ് ഉണ്ടാക്കാം. ഒരു ബക്കറ്റ് ക്രാഫ്റ്റാക്കി. ബാക്കി നമുക്ക് 12 അയണാണ് കിട്ടിയത്. ഇതിവിടെ കിടന്നാവട്ടെ പയ്യെ. നമുക്ക് നേരെ ഈ ബക്കറ്റിൽ വെള്ളം എടുക്കാം. ബക്കറ്റ് അവിടെ. കമോൺ ബ്രോ. എന്താ നൈറ്റ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ പോവാം. എടാ മണ്ടൻ, ഇവിടെ നിന്നോടൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബെഡ് കയറി കിടക്കരുത്. 1/2 കിലോയും 30 കിലോയിൻ്റെ കഴപ്പും എല്ലാത്തിനും. ഇറങ്ങിപ്പോടാ, വെളിയിപ്പോ. ഓക്കെ, സോ നമ്മൾ പരിപാടിയിലോട്ട് വരാം. മണ്ടൻ വില്ലേജർമാരെ നോക്കണ്ട. ഇനി നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യണം. നമുക്കൊരു അയൺ ആർമർ ഉണ്ടാക്കിയത് മൊത്തം തീർന്നു പോവും. ഷീൽഡായിരുന്നു നമുക്ക് വേണ്ടേ. കുഴപ്പമില്ല, നമുക്കൊരു ചെസ്റ്റ് ലൈറ്റിന് പകരം വെയിറ്റ് നമുക്ക് പിക്കാക്സ് ആണ് വേണ്ടത്. പിക്കാക്സ് വേണം. പിക്കാക്സ് ആണ് അർജൻറ്റായിട്ട് നമുക്ക് വേണ്ടത്. സോ കാരണം ഇത് കുഴിക്കുമ്പം ഒരു 3 ബ്ലോക്ക് കുഴിക്കുമ്പോൾ തന്നെ ആ സാധനം പൊട്ടിപ്പോവാം. അപ്പം നമുക്കൊരു അയണിൻ്റെ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം, സ്റ്റോണിൻ്റെ ഒരു പിക്കാക്സും ഉണ്ടാക്കിയേക്കാം. അയണിൻ്റെ നമുക്ക് എടുക്കാം, സ്റ്റോൺ കുഴിക്കാനും എടുക്കാം. അല്ല വേണ്ട, നമുക്ക് 2 പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കാം. സോ ബാക്കി അതിനകത്തുള്ള ബാക്കി 3 ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളെ അതിനകത്തോട്ട് പോയിട്ട് നമുക്ക് അതിനകത്തോട്ട് എന്താ പറയുക, വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇറങ്ങി വെക്കാം. ടോർച്ച് കാര്യങ്ങളെല്ലാം നമ്മളെ കയ്യിൽ സെറ്റാക്കി വെക്കാം. അടച്ചിട്ടാണ്. അത്ര അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും കയ്യിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ്. നമുക്ക് ഇതെടുത്ത് ഇവിടെ പിടിച്ചാൽ ഓക്കെ. നമുക്ക് നേരെ ഇനി സ്റ്റെപ്പ് ഇറങ്ങിപ്പോവാം. അങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവും അവസ്ഥ എന്നറിയില്ല. നമുക്ക് നേരെ വെള്ളം ഇതാണ്ട് ഇവിടെ വയ്ക്കാം.
കാത്തോണേ. നമ്മൾ ഒന്നുമില്ല, പ്ലാൻ ഇത്രയേ ഉള്ളൂ. നേരെ ഇറങ്ങുന്നു, കംപ്ലീറ്റ് അവിടെ ലൈറ്റ് ചെയ്യാൻ പോവാണ്. സോ അപ്പോൾ നമുക്ക് നേരെ ഇറങ്ങാം. പയ്യെ അങ്ങ് ഇറങ്ങിക്കൊടുക്കാം. ഇറങ്ങാനൊന്നുമില്ല, നേരെ ഉള്ള ഓടിക്കോ. ഫുൾ കംപ്ലീറ്റ് ലൈറ്റ്. ഇതാണ്ട് ലാവയൊക്കെ തുള്ളി ഇപ്പം എന്നെ മേത്തോട്ട് വീഴും. ഇവിടെയൊക്കെ ലൈറ്റ്. ഇതാണ്ട് ഇവിടെ അത്യാവശ്യം അയണുണ്ട്. സോ മൊത്തം ലൈറ്റ്. എടാ ആരും കാണുന്നില്ലല്ലോടാ, ഒന്നുമില്ല അറ്റാക്ക് ചെയ്യാൻ. നമുക്ക് പയ്യ വെക്കാം എന്നാൽ. സോ ഇവിടെയൊക്കെയാണ് നമ്മളെ സോംബിയും മറ്റേ സ്കെലട്ടനും എല്ലാ തേങ്ങകളും സ്പോണാകുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലോണം അയണുണ്ട്. നമുക്കെല്ലാം ഇന്ന് ഇപ്പോൾ തന്നെ മൈൻഡ് ചെയ്യാം, കാരണം ഇവിടെ ആരും കാണുന്നില്ല. സോ ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഫുള്ള് കംപ്ലീറ്റ് ലൈറ്റ്. ഉള്ള ടോർച്ച് 9 ടോർച്ച് നമുക്ക് വെച്ച് തീർക്കാം. ഇവിടെയൊക്കെയാണ് നമ്മളെ മെയിനായിട്ട് സ്പോണാകുന്നത്. ഓക്കെ, ഇതാ ഇവിടെ ഇനി ബാക്കി 7 ടോർച്ച് ഉണ്ട്. അത് ഇവിടെയൊക്കെ ആക്കിയിട്ട് വെക്കാം. നമ്മളെ ബേസിനകത്തോട്ടങ്ങ് മാറ്റിയാലോടാ. വേണ്ട, അപ്പോൾ അത് കേവ് ലൈഫായി പോകും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്ത് കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇതങ്ങ് താഴത്തോട്ട് പോകുന്നുണ്ടല്ലേ. ഇത് എനിക്ക് വന്നത് ഫൈനൽ വൈ ലെവല് -59 വരെയെല്ലാം പോകുന്ന കേവുകൾ വരെ ഉണ്ട് ഇവിടെ. സോ അങ്ങനെ നമ്മളെ അടുത്തുള്ള ടോർച്ച് വെച്ച് ഇത് ഇത്രയും മൈൻഡ് ചെയ്തിട്ട് സ്പോൺ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മൊത്തമായിട്ട് നമുക്കൊന്ന് മൈൻഡ് ചെയ്തിട്ട് ഫൈനലി എൻ്റെ അടുത്ത് എത്ര എണ്ണം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, അതിനിടയ്ക്ക് 5-6 സ്ലൈം വന്നിട്ടുണ്ട്. സ്ലൈം അതിനർത്ഥം ഇവിടെ സ്ലൈം ജങ്ക് ഉണ്ടെന്നാണ്. സോ നമുക്ക് സ്ലൈമിൻ്റെ ഫാമൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു കേവ് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ബാക്കി മൈൻഡ് ചെയ്യാം. അതുകൊണ്ട് അവിടെ ഒരു സോംബി നിൽക്കുന്നുണ്ട്, മുകളിലൊരു സ്കെലട്ടൻ. അങ്ങോട്ടൊക്കെ നമുക്കൊന്ന് ലൈറ്റ് ചെയ്യണം. എടാ നമ്മൾ വന്ന വഴി ഏതാ? അതൊക്കെ പിന്നെ നോക്കാം. സോ നമുക്ക് എന്തായാലും ഇവിടുത്തെ കുറച്ച് ആയും കൂടെ മൈൻഡ് ചെയ്യാം. 11 ഉണ്ടോ എൻഡർമാൻ. അവൻ്റെ കണ്ണിലോട്ടെങ്ങാണ്ട് നോക്കിയാൽ പിന്നെ തീർന്നു. സോ ഒന്ന് ഗൈസ്, ഇവിടെ നിന്നാണ് ഇങ്ങനെ സ്ലൈം വന്ന് സ്പോണാവുന്നത്. ഉണ്ടോ. സോ അപ്പം ഈ ലാവ നമുക്ക് അടക്കേണ്ടി വരും. സോ ഇവിടെ ഒത്തിരി സ്ലൈം ഉണ്ട്. ഞാൻ പിന്നെ ഇവിടുത്തെ ഏകദേശം കണ്ട അയണെല്ലാം ഞാൻ വെട്ടി, അതായത് മൈൻഡ് ചെയ്തെടുത്തു. ഈ സ്ലൈം ഇങ്ങനെ സ്പോണായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതവിടെ കുറച്ചിരിക്കുന്നുണ്ട്. ഓനോ ഇവിടെ ഫുള്ള് സോംബി സ്പോണായി. അവിടെ ഒരു മൂട്ട സോംബി. ഇവനെ പിടിക്കാൻ ഭയങ്കര പാടാ. ഞാൻ ഡെത്ത് എടാ ഫൈനലി 5-6 വട്ടം ചത്ത് ഞാനത് പോയി എടുക്കാൻ. ആ മൂട്ട സോംബി. ഗൈസ്, ഫൈനലി നമ്മളെ കയ്യിൽ 53 അയൺ, 14 സ്ലൈം, പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു, ലാപ്പിസ്, അത് 14 കിട്ടി. ഇത്രയും കാര്യങ്ങളാണ്. നമുക്കിനി ഇതെല്ലാം സ്മെൽറ്റ് ചെയ്യാം. സോ ബാക്കി നമ്മളെന്തായാലും ഇന്നത്തെ ഡെത്തിൻ്റെ എല്ലാം ക്ഷീണം കൊണ്ട് നമുക്ക്